എക്സാലോജിക് CMRL കേസിൽ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയന്റെ മകൾ വീണയെ പൂട്ടണമെന്ന് സത്യത്തിൽ ആരാണ് ആഗ്രഹിക്കുന്നത്? BJPയോ കോൺഗ്രസോ? രണ്ടുമല്ല. CPMന്റെ ഒരു മുൻ നേതാവിന്റെ മകനാണ് ഇതിനുള്ള ചരടുവലികൾ നടത്തുന്നത് എന്നാണ് വിവരം. തന്റെ പിതാവിനോടും തന്നോടും കാണിച്ച നീതികേടിനുള്ള മധുര പ്രതികാരം ആ യുവാവ് നടത്തുന്നുവെന്നാണ് ഈ കളികൾ കാണുന്നവർ വിളിച്ചു പറയുന്നത്. അത് മറ്റാരുമല്ല, സാക്ഷാൽ കോടിയേരിയുടെ മകൻ ബിനീഷ് കോടിയേരി തന്നെ. രോഗാസന്നനായ കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറിയായിരിക്കെ 2020 മകൻ ബിനീഷ് കോടിയേരിക്കെതിരെ ലഹരി കേസ് വരുന്നതും വീട്ടിൽ റെയ്ഡ് നടക്കുന്നതും. അന്ന് ഇക്കാര്യത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്നും ബിനീഷ് കോടിയേരിയുടേത് വ്യക്തിപരമായ കേസാണെന്നുമായിരുന്നു CPM നിലപാട്. പാർട്ടിയോ നേതാക്കളോ വക്താക്കളോ അന്ന് ബിനീഷ് കോടിയേരിയെയും പ്രതിരോധിക്കാൻ ഇറങ്ങിയില്ല, ചാനൽ ചർച്ചകളിൽ പോയില്ല. ആ കുടുംബം വ്യക്തിപരമായി തന്നെ കേസിനെ നേരിട്ടു. ഒടുവിൽ ബിനീഷിനെ കോടതി കുറ്റവിമുക്തനുമാക്കി. കേസിന് പിന്നാലെ കോടിയേരി സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് തന്റെ ധാർമ്മികതയും കാട്ടി. അന്ന് റെയ്ഡുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു: ഇത് ഒരു അന്വേഷണ ഏജൻസിയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട് എന്താണ് അന്വേഷണ ഏജൻസിയുടെ കയ്യിലുള്ളതെന്ന് അറിയാതെ നമുക്ക് അത് സംബന്ധിച്ചൊന്നും പറയാൻ കഴിയില്ല. നിയമവിരുദ്ധമായി എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നിയമങ്ങളുണ്ട്. കുടുംബം സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കും. അക്കാര്യത്തിൽ നമുക്കിപ്പം ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല. അതായത് അന്വേഷണ ഏജൻസി അവരുടെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണവും പരിശോധനയും നടത്തുന്നത്. അതിൽ നിയമവിരുദ്ധമായ വശമുണ്ടെങ്കിൽ ആ കുടുംബം നിയമവഴികൾ നോക്കേണ്ടതാണ് എന്ന്. ഇന്നലെ തിരുവനന്തപുരത്ത് പിണറായി വിജയന്റെ വീട്ടിൽ രാവിലെ ED റെയ്ഡ് എന്ന വാർത്ത വന്നപ്പോൾ തന്നെ ബിനീഷ് കോടിയേരി വീട്ടിന് മുന്നിലെത്തി പ്രതിഷേധം തുടങ്ങി. മാധ്യമപ്രവർത്തകർ മുൻപ് തൻ്റെ കേസിൽ പാർട്ടി സ്വീകരിച്ച നിലപാട് ചൂണ്ടിക്കാട്ടിയപ്പോൾ ബിനീഷ് നടത്തിയ പ്രതികരണം ശ്രദ്ധേയമായിരുന്നു. എന്നോട് പാർട്ടി എന്ത് നിലപാടെടുത്തു എന്നതല്ല നോക്കുന്നത്, പാർട്ടി ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാടിനൊപ്പം നിൽക്കുകയാണ് എന്നാണ്. ബിനീഷ് ഇപ്പോൾ പാർട്ടി മെമ്പർ പോലുമല്ല. ജില്ലാ സെക്രട്ടേറിയറ്റ് 4 തവണ ശുപാർശ ചെയ്തിട്ടും ബിനീഷിന്റെ അംഗത്വം പാർട്ടി സംസ്ഥാന നേതൃത്വം പുതുക്കി നൽകുന്നില്ലെന്ന വാർത്ത കഴിഞ്ഞയാഴ്ചയാണ് മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. അങ്ങനെ ഒരാൾ സ്വമേധയാ ഓടി വന്ന് പിണറായി സഖാവിന് പ്രതിരോധം തീർക്കുകയാണ് എന്ന് വരുത്താനുള്ള ശ്രമമായിരുന്നു ബിനീഷ് ഇന്നലെ നടത്തിയത് എന്ന് സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം വീണയെ കൊടുക്കുന്നതിനുള്ള ബുദ്ധികേന്ദ്രം ബിനീഷാണെന്ന തിരിച്ചറിവ് തന്നെ. ഇന്നലത്തെ ED റെയ്ഡിന്റെ ക്രെഡിറ്റ് തനിക്കാണെന്ന് മാധ്യമങ്ങൾ മുഴുവൻ പറഞ്ഞു നടന്ന ഒരാൾ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റായ ഷോൺ ജോർജ് ആണ്. പിണറായിയെ ജയിലിലടച്ചേ താൻ അടങ്ങൂ എന്നാണ് ഷോൺ പറയുന്നത്. പക്ഷേ ഷോണിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യുന്നത് ബിനീഷാണ് എന്നാണ് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ കേട്ടത്. അതിന് ഉപോത്ബലകമായ വാദങ്ങളുമുണ്ട്. ഷോണും ബിനീഷും മറ്റൊരാളും ചേർന്ന് ഒരു ലോ ഫേം രൂപീകരിച്ച് ഒന്നിച്ചാണ് കഴിഞ്ഞ കുറേ നാളായി പ്രവർത്തിക്കുന്നത്. അതായത് രണ്ടുപേരും ലീഗൽ പ്രൊഫഷണൽ പാർട്ട്നേഴ്സാണ്. ആ സൗഹൃദവും ആത്മബന്ധവും വീണയ്ക്കെതിരായ കേസിൽ കാര്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് തന്നെയാണ് കാണുന്നത്. പിണറായി വിജയനും അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് വ്യക്തമായി അറിയുന്നത് കൊണ്ടാണ് ബിനീഷിന്റെ അംഗത്വം പുതുക്കി നൽകുന്നതിന് പിണറായി പച്ചക്കൊടി കാട്ടാത്തത്. ഇനി വീണയുടെ കേസിലേക്ക് വന്നാൽ 2023 ഓഗസ്റ്റ് 9 മലയാള മനോരമ പുറത്തുവിട്ട ഒരു വാർത്തയിലൂടെയാണ് അത് പുറം ലോകമറിഞ്ഞത്. ആദായ നികുതി തർക്കപരിഹാര ബോർഡ് അഥവാ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിന് CMRL നിന്ന് മാസപ്പടിയായി 1.72 കോടി രൂപ ലഭിച്ചു എന്ന് കണ്ടെത്തിയതായിരുന്നു ആ വാർത്ത. സേവനങ്ങളൊന്നും നൽകാതെയായിരുന്നു ഈ പ്രതിഫലം. ഈ ഉത്തരവിലേക്ക് നയിച്ചത് 2019 ജനുവരിയിൽ ആദായ നികുതി വകുപ്പ് CMRL ഓഫീസുകളിൽ നടത്തിയ റെയ്ഡും തുടർ നടപടികളുമാണ്. 2013 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിലെ രേഖകൾ പ്രകാരം കമ്പനിയുടെ ചെലവ് പെരുപ്പിച്ചു കാട്ടി വൻതോതിൽ നികുതി വെട്ടിച്ചതായി കണ്ടെത്തി. CMRLും MD ശശിധരൻ കർത്തയും 2020 നൽകിയ സെറ്റിൽമെന്റ് അപേക്ഷയിലായിരുന്നു ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ്. അതിലൂടെ വെളിപ്പെട്ടത് ഞെട്ടിക്കുന്ന കാര്യങ്ങൾ. പിന്നാലെ SFIOയും 2 വർഷം മുൻപ് EDയും കേസെടുത്തു. ഇതെല്ലാം ഷോൺ ജോർജിന്റെ പരാതികളിലായിരുന്നു. ഷോണിന്റെ അച്ഛൻ PC ജോർജിനെ പിണറായി സർക്കാരിന്റെ കാലത്ത് വിദ്വേഷ പ്രസംഗത്തിന് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തത് വൻ വിവാദമായ സംഭവമായിരുന്നു. അതിന് മകൻ ചെയ്യുന്ന പ്രതികാരമാണ് വീണയ്ക്കെതിരായ കേസും കൂട്ടവുമെന്നാണ് പലരും കരുതിയിരുന്നത്. എന്നാൽ ഷോണിനെ മുൻനിർത്തി ശരിക്കും പകവീട്ടുന്നത് ബിനീഷ് കോടിയേരിയാണ് എന്നാണ് തെളിഞ്ഞു വരുന്നത്.